നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയുടെ ദാഹമകറ്റാൻ രാമൻചാടി കുടിവെള്ള പദ്ധതി കമ്മീഷനിംഗ് ചെയ്യാൻ പോകുമ്പോൾ കടന്നുപോയ നാൾവഴികൾ അതിപ്രധാനമാണ്. മറ്റു നഗരസഭകൾക്ക് മാതൃകയാകും വിധം 100 കോടിയോളം രൂപ ചെലവിട്ട് ബൃഹത്തായ ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാൻ പെരിന്തൽമണ്ണയുടെ ഭരണകർത്താക്കൾക്ക് അന്നായി. ആയിരക്കണക്കിന് ഗാർഹിക വാണിജ്യ കണക്ഷനുകളാണ് രാമൻചാടിയെ ആശ്രയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകരിച്ച് ആദ്യമായി ഏറ്റെടുത്ത പദ്ധതികളിലൊന്നാണ് പെരിന്തൽമണ്ണയിലെ രാമൻചാടി കുടിവെള്ള പദ്ധതി. മറ്റ് നഗരസഭകൾ ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികളിലും തടയണകളിലും ഒതുക്കിയും കുടിവെള്ള പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ കിഫ്ബിയുടെ തണലിൽ കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകാൻ 2016 പെരിന്തൽമണ്ണ നഗരസഭയ്ക്കായി. ആക്കം കൂട്ടാൻ സംസ്ഥാനത്തും നഗരസഭയിലും ഇരിക്കുന്ന ഇടതു രാഷ്ട്രീയ ഭരണകർത്താക്കളുടെ ഏകോപനത്തിനും ഇടപെടലുമുണ്ടായി. 2016 നഗരസഭയിലെ കൌൺസിലർമാർ നടത്തിയ ഒരു സർവേയിലാണ് പെരിന്തൽമണ്ണ നഗരത്തിന്റെ കുടിവെള്ള പ്രതിസന്ധിയുടെ നേർചിത്രം പുറത്തുവരുന്നത്. ഗാർഹിക വാണിജ്യ ഉപഭോക്താക്കൾ ഒട്ടനവധിയുള്ള നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അന്നത്തെ കട്ടുപ്പാറയിലെ കുടിവെള്ള പദ്ധതിക്ക് ആവതില്ലായിരുന്നു. തുടർന്ന് നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ 2016 ഫെബ്രുവരിയിൽ ഒരു ശില്പശാല സംഘടിപ്പിച്ചു. അന്നത്തെ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന പ്രസാദാണ് രാമൻചാടി കുടിവെള്ള പദ്ധതി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അന്നത്തെ നഗരസഭാ അധ്യക്ഷനായിരുന്ന M. മുഹമ്മദ് സലീം ആ ആശയത്തിന് ജീവനേകി. അപ്പൊ അതിന് 100 കോടി രൂപ വരികയാണ്. ആ ഘട്ടത്തിലാണ് കിഫ്ബി വരുന്നത്. അപ്പൊ ആ കിഫ്ബിയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അന്ന് നഗരസഭകളോട് ഗവൺമെന്റ് ആവശ്യപ്പെടുകയും അപ്പൊ ആ കിഫ്ബിയുടെ അന്നത്തെ പ്രത്യേകിച്ച് അടിസ്ഥാന വികസന മേഖലക്ക് വലിയ തോതിൽ ഫണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. അപ്പൊ അതില് ഞങ്ങള് കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനം. കാരണം ആദ്യഘട്ടത്തിൽ ഏറ്റവും ബൃഹത്തായ പദ്ധതികൾ അതിന്റെ DPRകളൊന്നും തയ്യാറാക്കപ്പെടാത്തൊരു ഘട്ടത്തിൽ ഏറ്റവും നോവലായിട്ടുള്ള ഒരു പദ്ധതി കിഫ്ബിയിൽ സമർപ്പിക്കപ്പെട്ടു. അപ്പൊ ആ സമർപ്പിക്കപ്പെട്ട ഉടനെ തന്നെ 2017-18 ബഡ്ജറ്റിൽ അത് ഇവിടെ അന്ന് ധനകാര്യമന്ത്രിയുടെ വരുണ്ടായി. നമ്മൾ സ്കൂളൊക്കെ സന്ദർശിക്കുക. അന്ന് ധനകാര്യമന്ത്രിക്ക് നമ്മൾ അതിന്റെ നിവേദനം കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് കിഫ്ബിയിൽ ആ സാധ്യത ഉപയോഗിച്ച് കിഫ്ബിയിൽ അതിന് പെട്ടെന്ന് തന്നെ ഫണ്ട് അനുവദിച്ചു. അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അക്കാലത്ത് പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ കിഫ്ബിയിൽ സമർപ്പിച്ച നിവേദനത്തിനു പുറമെ ഒരു നിവേദനം കൂടി നഗരസഭാ അധ്യക്ഷൻ സമർപ്പിച്ചു. പിന്നീട് പെരിന്തൽമണ്ണക്കാരനും അന്നത്തെ സ്പീക്കറുമായിരുന്ന ശ്രീരാമകൃഷ്ണന്റെ ചേംബറിൽ മറ്റൊരു ഉന്നതതല യോഗം കൂടി ചേർന്നതും പദ്ധതിയുടെ നടത്തിപ്പിന് വേഗതയേറ്റിയതായി നഗരസഭാ അധ്യക്ഷൻ മുഹമ്മദ് സലീം ഓർത്തെടുക്കുന്നു. ആ തുടക്കം കുറിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ അതിന്റെ പിന്നിൽ കൃത്യമായ ഫോളോ അപ്പ് നടത്തുകയും ആ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് അതിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ ഫണ്ട് നീക്കം, അതിന്റെ ടെൻഡർ നടപടികളും മറ്റുമൊക്കെ നഗരസഭയിലും അതുപോലെ തന്നെ അത് വൈകുന്ന ഒരു ഘട്ടത്തിൽ അന്ന് പെരിന്തൽമണ്ണക്കാരൻ കൂടിയായിട്ടുള്ള സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ ചേംബറിൽ ഉന്നത അധികാരികളെ, വാട്ടർ അതോറിറ്റിയുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ അധികാരികളെ വിളിച്ച് ചേർപ്പിച്ച് ഒരു മീറ്റിംഗ് കൂടി അതിന്റെ വേഗത കൂട്ടുന്നതിനൊക്കെ വേണ്ടി ഇടപെടുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത് കൊറോണന്റെ പശ്ചാത്തലത്തിൽ കുറച്ചൊരു 2-3 വർഷം വൈകിട്ടുണ്ടെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തിച്ചത് അതിന്റെ വിഭാവനം ചെയ്ത പദ്ധതിയുടെ വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ പോസിബിലിറ്റിയും അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള വിദഗ്ധ ഉപദേശവും അതിന്റെ ഭാഗമായി ഫണ്ടിന്റെ കൃത്യമായ ലഭ്യതയും ഒക്കെ ഉറപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമായത്. ഒരു സാധാരണ കുടിവെള്ള പദ്ധതിക്കുപരി ഒരു ബൃഹത്ത് പദ്ധതി ആവിഷ്കരിക്കാൻ ചിന്തിക്കുമ്പോൾ തന്നെ കാലേക്കൂട്ടി കണ്ടത് ഒരു 50 വർഷം മുന്നോട്ടേക്ക് ആ പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ പൂർത്തിയാക്കാനാണ്. അതിനായി കാലപ്പഴക്കം ചെന്ന പെരിന്തൽമണ്ണയിലെ ജലവിതരണ പൈപ്പുകളെല്ലാം മാറ്റി സ്ഥാപിച്ചു. ഈ പൈപ്പിടൽ പ്രവൃത്തി പൂർത്തിയാവാൻ ഏറെ കാലതാമസമെടുത്തു. റോഡ് കീറി പുതിയ പൈപ്പിടൽ പലയിടത്തും വെല്ലുവിളിയായിരുന്നു. രാമൻചാടിയിൽ വലിയൊരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ അങ്ങാടിപ്പുറം, ഏലംകുളം, പുലാമന്തോൾ പഞ്ചായത്തുകളും പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നതിനായി നിവേദനങ്ങൾ സമർപ്പിച്ചു തുടങ്ങി. അവരെയും ചേർത്തുപിടിച്ചായിരുന്നു പിന്നീടുള്ള നീക്കം. ഇന്ന് രാമൻചാടി കുടിവെള്ള പദ്ധതി ഇക്കാണും വിധം പ്രവർത്തന സജ്ജമാകുമ്പോൾ കടന്നുവന്ന കടമ്പകളും മറികടന്ന പ്രതിസന്ധികളും അവയെ തരണം ചെയ്ത രീതിയും മറ്റ് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും മാതൃകയാണ്. ടുഡേ ന്യൂസ്,
പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.